ധോണി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഡ്രസ്സിങ് റൂമിലേക്ക് ക്യാമറാമാൻ ഒന്ന് ഫോക്കസ് ചെയ്തിരുന്നു. ആ സമയത്ത് കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ധോണി ഇങ്ങനെ ഈ ടീഷർട്ടൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് കുനിഞ്ഞിങ്ങനെ നിന്ന് കൊടുക്കണ്. ഒരാൾ കുറച്ച് ബാം ധോണീൻ്റെ പുറത്ത് ഇങ്ങനെ തടവി കൊടുക്കണം. ആരാധകർ എല്ലാവരും പറയുന്നുണ്ട് ധോണിക്ക് വയ്യ, വയസ്സായില്ലേ, ധോണിക്ക് വയ്യ. ഞാൻ ചോദിക്കുന്നത്, ധോണിക്ക് വയ്യെങ്കിൽ ധോണി വീട്ടിലിരുന്നൂടെ? എത്രയോ നല്ല കീപ്പിംഗ് ചെയ്യുന്ന നല്ല പുതിയ കളിക്കാർ ഇന്ത്യൻ ടീമിലുണ്ട്. പിന്നെ എന്തിനാണ് ഈ വയ്യാത്തൊരു മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിച്ച് ഈ ഒരു കളിക്ക് ഇങ്ങനെ കൊണ്ടു നിർത്തുന്നത്? തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ആനകളുണ്ടാവും അവിടെ. ഈ ആനകളിങ്ങനെ അണിയിച്ചൊരുക്കി ആനകളിങ്ങനെ നിൽക്കും. ആനകളാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യില്ല. ആനകൾ ഒരു പണിയും എടുക്കില്ല. ആനകൾക്ക് ചിലർ വീശിക്കൊടുക്കും, ചിലർ കൊട അതിൻ്റെ മേലെ ഇങ്ങനെ നിവർത്തി കൊടുക്കും. എന്ന് വെച്ചാൽ ഈ ആനയും കുടം, നെറ്റിപ്പട്ടം, അമ്പാരികൾ ഇതൊക്കെ ആയിട്ട് ഒരു കാഴ്ച വസ്തു. അങ്ങനെ ആ ഒരു ആന എന്ന കാഴ്ച വസ്തുവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പൂരം കാണാൻ വരും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ ധോണിയുടെ അവസ്ഥ. ഒരു കാഴ്ച വസ്തുവിനെ കെട്ടി ഗ്രൗണ്ടിലേക്ക് ഇറക്കുക എന്നതിലുപരി വേറെ ഒരു ഉപയോഗവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെന്നൈ ഇത് ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകും? കളിയുടെ ഇടയിൽ ചെന്നൈ ആരാധകരുടെ മുഖത്തേക്കൊക്കെ ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ ശരിക്കും അത് നമുക്ക് ആ ആരാധകരുടെ ഉള്ളിലുള്ള രോഷം, നിരാശ, സങ്കടം ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടി വൈറലായല്ലോ, ധോണിയെ നോക്കിയിട്ട് അങ്ങനെയാണ് കാണിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. എന്നാലും കാണുന്നവർക്കൊരു കാര്യം മനസ്സിലായി, ധോണിയെ മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും നല്ല ഒന്നാന്തരം തെറിയ വിളിച്ചിട്ടുള്ളത്. ഇതാണ് എല്ലാ ചെന്നൈ ആരാധകരുടെയും ഒരവസ്ഥ. ഈ 2025 IPL ഇത്രയും മോശപ്പെട്ട, ഇത്രയും വൃത്തികെട്ട ഒരു കളി കളിക്കുന്ന ഒരു ടീം ഇല്ലയെന്ന് തന്നെ പറയാം. അത് ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാണ്.